ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് 3 പേർ മരിച്ചത്. ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. മാൻഹോളിലേക്ക് ആദ്യമിറങ്ങിയ ഒരാൾ കുടുങ്ങി. ഇയാളെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങിയ 2 പേരും ടാങ്കിൽ അകപ്പെടുകയായിരുന്നു. 1.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ 3 പേരെയും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. തുടർന്ന് മൃതദേഹങ്ങൾ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മരിച്ച ജയരാമൻ കരാർ എടുത്തിരുന്നു. ജയരാമനും 5 തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടമുണ്ടാവുന്നത്. മൈക്കിളാണ് മാലിന്യ ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത്. ഇയാൾ ടാങ്കിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലായതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് സുന്ദരപാണ്ഡ്യൻ. 2 പേരും ബോധം കെട്ട് വീണതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം സംഭരിക്കുന്ന, എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് മോട്ടർ അടിച്ച് കളഞ്ഞുകൊണ്ടിരുന്ന ഒരു ടാങ്കാണ്. ആ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ 6 തൊഴിലാളികളുണ്ടായിരുന്നു. അതിൽ 3 പേര്, ആദ്യം ഒരാൾ ക്ലീനിങ്ങിന് ഇറങ്ങി, അയാൾ ബോധം കെട്ടതിനെ തുടർന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഇറങ്ങി 2 പേരും കൂടി ഉൾപ്പെടെ 3 പേരാണ് അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോയത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്, ഈ വലിയ ടാങ്കിന് ഒരു 2 അടി വ്യാസം മാത്രമുള്ള ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് റെസ്ക്യൂവിന് വന്ന ഫയർഫോഴ്സിനും അവരുടെ സഹപ്രവർത്തകർക്കും ഒന്നും ഇതിനകത്ത് ഇറങ്ങാൻ മേലാതെ വന്നു. ഓക്സിജൻ ഉപയോഗിച്ച് പോലും സഹപ്രവർത്തകർക്ക് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ JCB വിളിച്ച്, ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ JCB വിളിച്ചാണ് ആ സ്ലാബെല്ലാം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇവർ 3 പേരെ പുറത്തെടുത്തപ്പോൾ തന്നെ ജീവഹാനി സംഭവിച്ചിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 മാസത്തോളമായി വെറുതെ കിടന്നിരുന്ന വേസ്റ്റ് വെള്ളം കിടന്നിരുന്നതാണ്. അപ്പോൾ അതാണ് പെട്ടെന്ന് ഈ അപകടം ഉണ്ടാകുന്നതിനുള്ള കാരണമായത്. ഓക്സിജന്റെ അളവ് തീരെ കുറവുള്ള ടാങ്കിൽ 3 പേരും പെട്ടുപോവുകയായിരുന്നു. ടാങ്കിനുള്ളിലെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്ന് പരിശോധിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.